മികച്ച 2 കുറ്റാന്വേഷണ ചിത്രങ്ങളാണല്ലോ CBIയും ദൃശ്യവും. ദൃശ്യത്തിലെ വരുണിന്റെ തിരോധാനം അന്വേഷിക്കുവാൻ സേതുരാമയ്യർ CBI എത്തിയാലോ? ഇതാ ഞങ്ങളുടെ ഭാവനയിൽ. എന്റെ പൊന്ന് സാറ്, എന്റെ പേര് ചാക്കോ എന്നല്ല സഹദേവൻ എന്നാണ്. ഞാൻ ചാക്കോ എന്ന് വിളിച്ച് ശീലിച്ച് ആ മീറ്ററിൽ കിടക്കുക. ഇനി പേര് മാറ്റി വിളിച്ചാൽ മീറ്റർ തെറ്റുവന്നു. അന്നത്തെ സാറിന്റെ കാര്യം സഹദേവനെ പകുതിയാക്കിയിട്ട് എന്നെ സഹോ എന്ന് വിളിച്ചോ. അപ്പൊ സിനിമമാര് പോകത്തില്ലേ? എങ്ങനെ CBI മാറിട്ട് കട്ടപ്പള്ളി ഋതിക് റോഷൻ ആയി പോകത്തില്ലേ? എടോ ഞാൻ വിളിക്കുമ്പോ താൻ വിളി കേക്കണ്ട, ഒന്ന് മൂളാവോ? മൂളാ സാറേ. ചാക്കോ അതെന്നാ മൂളിലടതാ മൂളി? അല്ല സാറേ, അത് ഞാൻ വേറെ ഉണ്ടാക്കണമെന്നല്ലേ അല്ല മൂളിന്റെ അർത്ഥം. ഇല്ല സാറേ, അത് ഓഡിയോയുടെ പ്രശ്നമാണ്. എക്സ്പ്രഷൻ കറക്റ്റ് ആയിരുന്നു സാറേ. രണ്ടും കൂടെ കറക്റ്റ് ചെയ്ത് മൂളു. മൂള. ചാക്കോ ഡെമ്മി എടുക്കൂ. സാറേ ഡെമ്മി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സാറേ. ഡെമ്മി നാട്ടെ എന്ത് തോന്നിയാ സാറ്? എന്നാ സാറേ? എടോ മരിച്ചവരനാണല്ലേ, അതെ. പിന്നെ താനും പെണ്ണിന്റെ ഡെമ്മി ആയിട്ട് വന്നേക്കുന്നു. സാറേ പെണ്ണിന്റെ ഡെമ്മി ആകുമ്പോ പിടിച്ചോണ്ട് ഒരു സുഖം ഉണ്ടല്ലോ സാറേ, അതാണ്. തനിക്ക് സൂചിക്കാനാണോ CBI കേസ് എടുത്തിട്ട്? അല്ല സാറേ, മാറ്റി വെക്കാം സാറേ. ചാക്കോ എടോ വിളിക്കുമ്പോ മുക്കാനല്ല മൂളാനാണ് പറഞ്ഞത്. ഇതല്ല സാറേ, ഞാൻ ഡെമ്മി ഒന്ന് വെച്ചോട്ടെ സാറേ. ഇതുവരെ അതിൽ പിടിവിട്ടില്ലേ? പിടിവിട്ട് നിൽക്കുവാണ് സാർ. തന്റെ പിടിവിട്ട് നിൽക്കുവാന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെ പോയാൽ താനും വഴി തെറ്റും, ഈ കേസും വഴി തെറ്റിക്കും, എന്നെ ഒരുപാട് തെറ്റിക്കും. ഇല്ല സാറേ, ഞാൻ വഴി തെറ്റിക്കില്ല സാറേ, തെറ്റിക്കില്ല. ചാക്കോ ഇന്നലെ നാദാപുരത്ത് മഴ പെയ്തിരുന്നോ? സാറേ നമ്മുടെ കേസ് നടക്കുന്ന തൊടുപുഴയാണ്, പിന്നെ എന്തിനാണ് നാദാപുരത്ത് മഴ പെയ്യോന്ന് ചോദിക്കുന്നത്? ആയിക്കോട്ടെ, എന്റെ പെണ്ണുമ്പുള്ള വീട് നാദാപുരത്ത്, അവിടെ മഴ പെയ്യോന്ന് അറിയാൻ വേണ്ടിട്ടാ വിളിച്ചു ചോദിച്ചിട്ട് കിട്ടുന്നില്ല. എന്നാ കേട്ടോ, നാദാപുരത്ത് ഇന്നലെ വെള്ളരി വെട്ടി മഴ പെയ്തു. ദൈവമേ, അമ്മായി അമ്മേനെ കാത്തോണ്ട് അവരുടെ പെൻഷന്റെ പുറത്താ മുന്നോട്ട് പോകുന്നു. സാറേ ഇതാ സാർ. എന്താണോ ഇത്? തുമ്പിന്റെ കേസാണ് സാർ. തുമ്പിന്റെ കേസോ? അല്ലല്ല, കേസിന്റെ തുമ്പാണ് സാർ. ഇത് ഇങ്ങോട്ട് തീറ്റി പിടിച്ചില്ല, എന്താണോ കാര്യം? സാറേ ഈ FIR ഒന്ന് വായിക്കും സാർ. എന്റെ കൈ ഫ്രീ അല്ല, പുറകെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടില്ലേ? സാറേ ആ കൈ ഒന്ന് അഴിച്ചിട്ട് വായിക്കാൻ പാടില്ല സാർ. അഴിച്ചാ വട്ടം പൊളിയും. അതിനാ സാറേ? നേരെ ഈ കൈ വന്ന് തല ചൊറിയും. താൻ തന്റെ തലയിലൊക്കെ ഒന്ന് നോക്കി. സാറേ ഈ ഭാഗത്ത് മുടിയില്ലോ സാറേ? എങ്ങനെ ഉണ്ടാവൂടോ? 6 പാർട്ട് നിർത്താതെ ചൊറിഞ്ഞ് മുടി മുഴുവൻ പറഞ്ഞു. സാറേ എന്തെങ്കിലും ചെയ്യ സാറേ. ഒരു പണി, നമ്മളിപ്പോ എവിടെ വന്ന് നിൽക്കുന്നത്? സാറേ നമ്മൾ വന്നിരിക്കുന്നത് ജോർജ് കുട്ടിയുടെ വീടാണ് സാർ. കൊള്ളാം. എത്ര രൂപ കൊടുത്ത ഈ വീട് കിട്ടുള്ളൂ? സാറേ നമ്മൾ വീട് മേടിക്കാൻ വേണ്ടി വന്നതല്ലല്ലോ സാറേ. അല്ലെന്ന് തനിക്ക് അറിയാലോ? അറിയാം. എന്നാ പിന്നെ ജോർജ് കുട്ടിയോട് കേളൂ. സാർ എടോ ജോർജ് കുട്ടി. ജോർജ് കുട്ടിയാണ് സാർ. പറിച്ചു വെച്ചേക്കുവാ കേട്ടോ ജോർജ് കുട്ടീനെ. ഇഞ്ചി പറിച്ചു വെച്ചേക്കുവാ. മനസ്സിലായില്ല. മനസ്സിലായില്ല? ഇല്ല. ഐ ആം സേതുരാമർ ഫ്രം SBI. ഞാൻ SBI ലോൺ എടുത്തിട്ടില്ല. ലോൺ എടുക്കാൻ വന്നോളൂ സാറേ. SBI അല്ല സാറ്, CBI. ഓ, എനിക്ക് എസും സിയും തെങ്ങും അറിഞ്ഞു പോകും. അപ്പൊ ബി അറിയത്തില്ലേ? ഈ സെന്ററിൽ കിടക്കല്ലേ, മറിയാനുള്ള സ്പേസ് ഇല്ല. സാറേ CBI എന്ന് പറ സാറേ. കുട്ടി ഇയാൾ ഇങ്ങനെ നിൽക്കണേ? ഇയാളെന്താണോ ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ ക്യാരറ്റ് പിടിച്ചാണ് സാർ. ക്യാരറ്റ് പിടിച്ച് നിൽക്കാൻ താൻ മുയലാണോ? സാറേ എന്താണ് സാറേ ഇത്തോടെ സ്റ്റാൻഡേർഡുള്ള കോമഡി പറ സാറേ. സാറൊന്നല്ലോ ഒരു CBI അല്ലേ? ആര് പറഞ്ഞു ഞാൻ CBI? ഞാൻ കേരള കോൺഗ്രസ് ക്യൂ ആണ്. കേരള കോൺഗ്രസ്. സാറേ പൊളിറ്റിക്സ് അല്ല പറഞ്ഞ സാർ, ഒരു CBI അല്ലേ? കുറച്ചൊക്കെ സെറ്റപ്പ് സാർ. മിസ്റ്റർ ജോർജ് വരണെന്ത് പറ്റി? എനിക്ക് വരണറിയാമോ? എനിക്ക് വരാനും അറിയാം, പോകാനും അറിയാം സാർ. ചമ്മിയല്ലോ രാവിലെ. സാറിന്റെ മുഖം ചമ്മിയ പോലെ ഇരിക്കണം, അതുകൊണ്ടാണ്. ഇല്ലെന്ന് സാർ ചെല്ലു സാർ. മിസ്റ്റർ ജോർജ് കുട്ടി, തനിക്ക് വരാനും പോകാനും അറിയാമെന്നല്ല ചോദിച്ചത്, പിന്നെ മരിച്ച വരനെ അറിയാമോന്ന്. സാറേ ഫോൺ വന്നു സാറേ. ഓ, ഈ മരിച്ച വരന് 100 ആയുസ കേട്ടോ. അതിനാ സാറേ? അവന്റെ പേര് പറഞ്ഞപ്പോഴേ അവന്റെ അച്ഛൻ കളക്ടർ പ്രഭാകരൻ വിളിക്കുന്നു. എടുക്ക് സാർ, എടുക്ക്. ഹലോ, CBI സേതുരാമയ്യർ സ്പീക്കിംഗ്. അമേരിക്കയിലുള്ള കസിന്റെ വീട്ടിലേക്ക് പോവാണ്. പോകുന്നതിന് മുൻപ് വരുണിന് എന്താണ് സംഭവിച്ചെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ. ആയിക്കോട്ടെ. വീട്ടിൽ വരുന്ന ഓരോ ഫോൺ കോളും എനിക്ക് മനസ്സിലായി. കോളിംഗ് ബെല്ലും വരുന്നതായിട്ട് തോന്നുന്നു, അല്ലേ? അതല്ലേ? എന്റെ പൊന്നു പ്രഭാകർജി, ഞാൻ വന്നിട്ട് പണിക്കിറങ്ങിയേ ഉള്ളൂ സൈറ്റിൽ. എന്ത് തെളിവ് കിട്ടിയാലും ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയും, വെറുതെ ഇങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്യല്ലേ. ക്ഷമിക്കണം കേട്ടോ. അയ്യോ, ക്ഷമിച്ചേക്കാം. ഈ കേസ് ഏറ്റെടുത്ത് അന്ന് തുടങ്ങി ഫോൺ ചെയ്യത്തുള്ള ശല്യം അറിയാമോ? ഇവന്റെ നമ്പർ ഇവനെ അങ്ങോട്ട് വിളിക്കുന്ന എനിക്കൊന്നും അറിയണം. അതാണ് സാറേ നല്ലത്. ചോദിക്കും സാറേ. ജോർജ് കുട്ടി, എന്താണ് സംഭവിച്ചത്? പറഞ്ഞു സാർ. ഭാര്യയും 2 മക്കളുമുള്ള ഒരു കൊച്ചു വീടാണ് സാറിൻ്റെ. അതിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി കടന്നു വന്നു.
അന്നാ പെട്ടു. എനിക്കെപ്പോഴാതെ അത് വീട്ടിലേക്ക് വന്ന് കയറിയാ പെട്ടുപോകും. രാത്രിയാണെ പ്രത്യേകിച്ചും വല്ലതും വെച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഒറ്റ സൊല്യൂഷൻ ഉള്ളൂ, ഒരു കോഴിനെ പിടിച്ച് കറി വെക്കുക, കപ്പ കുറച്ച് മുഴുങ്ങുക, സെറ്റ് ചെയ്യുക. ചിക്കനും കപ്പ ഉണ്ടാക്കണ കാര്യം പറയും സാർ എന്തോ ഈ പിന്നെ പറയുന്നത്? ഒരു അതിഥി വീട്ടിൽ വന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടോ? സാർ എന്നാ ഈ പറയുന്നത്? തന്നെ വീട്ടിൽ ആദ്യം വന്ന് താങ്ക് കോഴി വെച്ച് കൊടുക്കുകയുള്ളൂ. ഞാൻ പന്നി വളർത്തി കൊടുക്കും. ആ, അത് ശരി. അപ്പൊ താനിക്ക് പന്നി ഉണ്ടാക്കി കൊടുക്കാം. ആ പാവപ്പെട്ട കോഴി വെച്ച് കൊടുത്താണോ കഴിക്കാമല്ലോ ഇവരെ? ജോർജ് കുട്ടി, തനി കോഴിയോ ബീഫോ ചിക്കനോ മേടിച്ചു കൊടുക്കും, ഞാൻ പൈസ തരും. ഈ പന്നൻ അവൻ പച്ചവെള്ളം പച്ചക്ക് കൊടുക്കത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നിന്നപ്പോ ഇവൻ ചക്കപ്പുഴുക്കും മത്തിക്കറി കഴിച്ചിട്ട് എനിക്ക് തുള്ളി തന്നില്ല. സാറേ എന്താണ് സാറേ പറയുന്നത്? സാറേ നമ്മൾ കേസ് അന്വേഷിക്കാൻ വന്നതാണ്, ചിക്കൻ ഉണ്ടാക്കാൻ വന്നതല്ല. കേസിലേക്ക് വാ സാറേ. പ്രതീക്ഷിക്കാതെ അതിന് വന്നപ്പോ എന്റെ കയ്യിൽ നിന്ന് പോടും. സാറേ എനിക്കൊരു അവസരം എന്താ സാറേ? ഈ പന്നിനെ കൊണ്ട് ഞാൻ പുല്ല് പോലെ ഈ സഹദേവം പറയിക്കാം. താൻ മാറിക്കും. അതിനാ എടോ, ദൃശ്യം മണ്ണിൽ തനിക്ക് സമയം തന്നാണോ? താൻ വല്ലതും ഉണ്ടാക്കിയോ? തന്റെ അടുത്തായിട്ട് ആ കേസ് കളിയാതെ പോയി. താൻ ഒറ്റ കാണാൻ ദൃശ്യം 2 കണ്ടു വന്നത് എത്ര രൂപ ചെലവായെന്നറിയോ? സാറേ ഒരു അവസരം എന്താ സാറേ? ഇവനെ തത്ത പറയിക്കണ പോലെ ഈ സഹദേവം പറയിക്കും. താൻ പറയിക്കും. പറയിക്കും. എന്നാ പണയ്ക്ക് കാണട്ടെ. ചാക്കോ, stop it. എന്നാ സാറേ കുറെ കൈ കെട്ടാനുള്ള പേറ്റന്റ് ഇരിക്കാം. പരാജയം സാറേ. എടാ ജോർജ് കുട്ടി, സാർ ചോദിക്കണേന് സത്യസന്ധമായിട്ടുള്ള ഉത്തരം പറയണം. നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. Yes, sir. പറയടാ, മെയ് 2 എന്താണ് സംഭവിച്ചത്? മെയ് 2 അല്ല സെപ്റ്റംബർ 2 എന്താണ്? സെപ്റ്റംബർ ഒക്ടോബറാണ് സാറേ. ഒക്ടോബർ ഗാന്ധി എന്തിയാണ്? കർക്കടകം ഇതിനാണോ സാറേ? എടാ കാല, നീ എന്നാലും ഓഗസ്റ്റ് 2 പറയല്ലോ. കിട്ടിപ്പോയി. സത്യം പറയണം. ഓഗസ്റ്റ് 2 എന്താണ് സംഭവിച്ചത്? എനിക്ക് ഓർമ്മയില്ല സാർ. ഓർമ്മശക്തിക്ക് വലിയ ചന്ദ്രനാദി ബെസ്റ്റാ. അപ്പൊ കപകെട്ടിനോ? മമ്മൂട്ടി ചമ്മില്ലേ? ചമ്മില്ലേ? ഇതാണ് പറഞ്ഞത്, തല ഇരിക്കുമ്പോ വാലാടണ്ട. വാല അനങ്ങിയാ കുഴപ്പമുണ്ടോ സാർ? വാലനങ്ങണ്ട, ചത്തതുപോലെ കിടന്നാ മതി. എങ്ങനെ ചോദിക്കണം, ഞാൻ കാണിച്ചു തരാം. ജോർജ് കുട്ടി, അന്നെന്താണ് സംഭവിച്ചത് ഓഗസ്റ്റ് 2? സാർ പാറപ്പള്ളിയിലെ ധ്യാനം കഴിഞ്ഞിട്ട് ആ. ഞങ്ങൾ തൊടുപുഴയിലെ റാണി ഹോട്ടലിൽ പോയി ചിക്കൻ ബിരിയാണി കഴിച്ചു. ഉയ്യോ, സാറേ റാണി ഹോട്ടലിലെ ചിക്കൻ ബിരിയാണി എന്നാ ടേസ്റ്റ് അറിയോ? ആടോ, താൻ കഴിച്ചിട്ടില്ലേ? കറക്റ്റാ. ആ ബിരിയാണിക്കകത്തൊരു മുട്ട ഇരിക്കും, അതാണ് അതിന്റെ ഹൈലൈറ്റ്. സാറേ എല്ലാ ബിരിയാണിക്കകത്തും മുട്ട ഇല്ല സാറേ. ആര് പറഞ്ഞു ബിരിയാണിക്കകത്ത് മുട്ട ഉണ്ട്? ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിച്ചിട്ട് എനിക്ക് മുട്ട കിട്ടിയില്ല അവിടുന്ന്. ആ, തനിക്ക് കിട്ടത്തില്ല. ഹോട്ടലിൽ കയറുമ്പോ വെയിറ്റർ വന്ന് നമ്മുടെ അടുത്ത് നിൽക്കുമല്ലേ, ആ. അപ്പൊ അവന്റെ മുഖത്ത് ചോദിക്കണം മുട്ടയുണ്ടോ. അപ്പൊ അവൻ മുട്ടയുണ്ടെന്ന് പറഞ്ഞാല് ബിരിയാണി ഓർഡർ ചെയ്യാവുള്ളൂ. സാർ എന്താണ് സാറേ? അമ്മാതിരി മുട്ടയില്ലാത്ത ബിരിയാണി തന്നെ കേസ് മുഴുവൻ ചീറ്റി പോണത്. എടോ, തനിക്ക് മുട്ട കിട്ടി? ഓ, എനിക്ക് കിട്ടി. ആ, കിട്ടി. അവന് മുട്ട. അവന് മുട്ട. സാറ് CBI ആണ് സാറേ. നമ്മൾ കേസ് അന്വേഷിക്കാൻ വന്നാണ്. ബിരിയാണിയുടെ മുട്ട വീട് സാറ് ചെല്ലു സാറേ. മിസ്റ്റർ ജോർജ് കുട്ടി, സാർ ബിരിയാണി കാണിച്ച് CBI വഴിതെറ്റിക്കാമെന്ന് കരുതണ്ട. പിന്നീട് എന്ത് സംഭവിച്ചു? സാർ ഞാനും ഭാര്യയും മക്കളും കൂടി അവിടുത്തെ ലോഡ്ജിൽ ഒരു റൂം എടുത്തു. അടിപൊളി. ബിരിയാണി കഴിച്ചാൽ ചെറിയൊരു ക്ഷീണം വരും. ലോഡ്ജിൽ പോയി 2 റൂം എടുത്തു. പിള്ളേര് 2 വേറെ റൂമിൽ, ഇവർ 2 ഒരു റൂമിൽ. സാർ അങ്ങനെ വേറെ പിള്ളേര് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആടും. 2 റൂം എടുത്തിട്ട് പറയൂ. സാറേ 2 റൂമല്ല, ഞാൻ ഒരു റൂമേ എടുത്തുള്ളൂ. ഒരു റൂം എടുത്തുള്ളൂ. ആ. എന്തിനാണോ ആ കാശ് ചുമ്മാ കളഞ്ഞ? ആ കാശ് കൂടെ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ പോയി 2 റൂമിൽ കിടന്നാ പോലെ. സോറി സാർ. സാറേ ഫോണിൽ മെസ്സേജ്. അയ്യോ, ഒരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വാട്സപ്പിലേക്ക് വോയിസ് മെസ്സേജ്. വാട്സപ്പിൽ മെസ്സേജ് കണ്ടിരിക്കും. സാറിന്റെ വല്ല കേസ് കേട്ടായിരിക്കും. അല്ല കേസിന്റെ എന്തെങ്കിലും സംഭവമായിരിക്കും സാറേ. കേട്ട് നോക്കാം. കേട്ട് നോക്കൂ സാറേ. അമേരിക്കയിലുള്ള അച്ഛന്റെ വീട്ടിലേക്ക് പോവാണ്. പോകുന്നതിന് മുൻപ് വരുണിന് എന്താ സംഭവിച്ചെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ. വീട്ടിൽ വരുന്ന ഫോൺ കോളും ബെല്ലിന്റെ ശബ്ദവും സാറേ കോളിംഗ് ബെല്ലിന്റെ കാര്യം പറയുന്നു. ഞങ്ങൾ അവന്റെ ബെല്ലി കെടുത്തണം. ആ വാട്സപ്പ് അന്വേഷണം ചെയ്തേ ചെയ്യാം സാറേ. ചാക്കോ, എത്രയും പെടുത്തുന്ന ഒരാളെ പറഞ്ഞു വിട്ട് അവന്റെ ലാൻഡ് ഫോണും കോളിംഗ് ബെല്ലും കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. കട്ട് ചെയ്യാം സാർ, കട്ട് ചെയ്യാം. ജോർജ് കുട്ടി പറയൂ, എന്താണ് സംഭവിച്ചത്? സാർ ഭാര്യയും 2 മക്കളും ഉള്ള ഒരു കൊച്ചു കുടുംബമാണ് സാർ എനിക്ക്. പിന്നെ ഞാൻ വീട്ടിൽ ഫാം നടത്തുമല്ലേ. എല്ലാവർക്കും ഇതേ ഉള്ളൂ. ഒരുത്തനോട് ചോദിച്ച അമേരിക്ക, ഒരുത്തനോട് ചോദിച്ച അവന്റെ കൊച്ചു കുടുംബം. ഇതെന്നാണ് കഷ്ടമാണല്ലോ. ചാക്കോ, ഇങ്ങോട്ടൊരു. ഇവൻ നമ്മൾ ഉദ്ദേശിച്ച ഒരാളല്ല സാറേ. ഇവൻ ജോർജ് കുട്ടിയാണ്. എന്റെ ദൈവമേ, കേസ് അതാണോ? പിന്നെ സാർ ഇവൻ നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പ് ഒരാളല്ല. അത് പറ. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഇവന്റെ പുറകെ അല്ല, ഇവൻ നമ്മളുടെ മുമ്പെയാണ്. അത് 2 ഒന്നല്ലേ സാറേ? ആയിക്കോട്ടെ. എടോ, എനിക്ക് ഡയലോഗ് ഇല്ലാതെ പുഴുക്കണ്ടെന്ന് കരുതി ഞാൻ കൈ നിട്ട് പറഞ്ഞു. അതിൽ പിടിച്ചാടല്ലേ. ഇല്ല, പറഞ്ഞു സാറേ പറഞ്ഞു. CBIയുടെ ബുദ്ധി എന്താണെന്ന് ഞാൻ ഇവന് മനസ്സിലാക്കി കൊടുക്കാം. വേണം സാറേ, മനസ്സിലാക്കി കൊടുക്കും. എന്തിനാണ് സാറേ ആ കപ്പ് പൊട്ടിച്ചളഞ്ഞത്? എടോ, അവന് ചെവി കേൾക്കാമെന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്താ. ഇത്ര നേരം അവൻ നമ്മോട് സംസാരിച്ചോണ്ടിരുന്നല്ലേ? അത് അവന്റെ അഭിനയമാണെങ്കിലും
ആരുടെ കപ്പ് പൊട്ടിച്ചു? ചാക്കോയെ പൊട്ടിച്ചു. ഞാനല്ല സാറാണ് പൊട്ടിച്ചത്. ആരാണ് പൊട്ടിച്ചത്? താൻ എന്ത് വെളിവോട്ടവനാണോ? ഒരു വീട്ടിൽ കയറി വന്നിട്ട് അവിടെ ഇരിക്കുന്ന കപ്പ് പൊട്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ പറ്റിയത് തന്നെയൊക്കെ ആരാണോ CBI എടുത്തത്? എന്നെ ആരോടോ CBI എനിക്കറിയാമല്ല. ഡൽഹി വിളിച്ച് ചോദിച്ചിട്ട് പറഞ്ഞു തന്നാ മതിയോ? എന്തോരം വില ഉണ്ടായിരുന്നോ? എന്റെ കൂട്ടുകാർ ദുബായിൽ കൊണ്ടുവന്ന കപ്പാ ഇത്. ദുബായിന്ന് വന്നിട്ട് കപ്പാണോ കൊണ്ടുവന്നത്? പിന്നെ കുപ്പിയൊന്നും കൊണ്ടുവന്നില്ല. കൊണ്ടുവന്നായിരുന്നു. എന്ന് അതേട് നമുക്ക് ഓരോന്ന് അടിച്ചിട്ട് അതിന്റെ പിന്നെ സാറ് നേരത്തെ പറയണ്ടായിരുന്നു. സാറിങ് വന്ന് സാറിന് അവന്റെ കൊടുത്ത് വെള്ളം അടിക്കാൻ പോകണോ? സാറേ അവൻ പ്രതിയാണ്. ജോർജുട്ടി, ഓ come here. സാറേ ഇപ്പൊ ഞാൻ കയറി ഒന്നങ്ങ് അടിച്ചാലോ? പറ്റത്തില്ല. ഞാൻ അടിക്കാറിക്കുമ്പോ താൻ സമ്മതിച്ചല്ലോ. ഞാൻ പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല. ഇണങ്ങി നിക്കണം. പിന്നല്ലാതെ സാറേ വെള്ളം അടിക്കുന്ന കാര്യമല്ലേ ചോദിച്ചാൽ ഞാൻ ഒറ്റ അടി കൊടുത്ത് അവനെ കൊണ്ട് സത്യം പറയിച്ചാലോ? നോ ചക്കോ. ആ CBI കേസ് കളിക്കുന്നത് ശാരീരിക ഉപദ്രവം ഏൽപ്പിച്ചിട്ടല്ല, ബുദ്ധി ഉപയോഗിച്ചാണ്. അതാ കപ്പ് പൊട്ടിച്ചപ്പോ എനിക്ക് മനസ്സിലായി. ഇവനെ മാനസികമായി ഞാൻ തകർക്കും. അവന്റെ പാത്രം മുഴുവൻ തകർക്കൂല്ലേ സാറ്? താൻ എന്നെ തകർക്കാൻ കൂടെ നടക്കും. ഇല്ല സാറേ ഞാൻ തകർക്കില്ല. സാറ് തകർത്തു ചെല്ലു സാറേ. മിസ്റ്റർ ജോർജുട്ടി, നിങ്ങൾക്കിനി രക്ഷയില്ല. CBIയുടെ വല നിങ്ങളിൽ മുറുകിക്കഴിഞ്ഞു. വരുണിനെ കൊന്നതും പോലീസ് സ്റ്റേഷനിൽ കുഴിച്ചിട്ടതും അതിന്ന് മാന്തിയെടുത്ത് അസ്ഥികുടം മെഡിക്കൽ കോളേജിൽ കൊണ്ട് കൊടുത്തതും താനാണ് തെളിഞ്ഞു കഴിഞ്ഞു. CBIക്ക് വ്യക്തമായ തെളിവ് കിട്ടിക്കഴിഞ്ഞു. സാറേ നമ്മുടെ കയ്യിൽ ഒരു തെളിവും കിട്ടിയിട്ടില്ല സാറേ. ഇല്ലെന്ന് നമ്മുടെ ആപ്പാടെ 3 പേപ്പർ മാത്രമേ ഉള്ളൂ. പിന്നെ തെളിവുണ്ടാ എവിടെ നിന്ന് കിട്ടി? അപ്പൊ താൻ ദൃശ്യം 1 ഉം 2 ഉം കണ്ടില്ലേ? അത് കൃത്യമായിട്ട് പറയുന്നു ഇവനെ കൊന്നെന്ന്. വീഡിയോ വിത്ത് മ്യൂസിക്. ഇത് വെച്ചിട്ടാണോ പിടിക്കാൻ പോണത്? ഫോൺ അടിക്കുന്നു. ഇവിടെ തന്നോട് പറഞ്ഞിട്ട് ഡ്യൂട്ടി സമയത്ത് ഫോൺ ഇല്ല ഉപയോഗിക്കരുത്. സാറേ ക്ഷമിക്കണം. വീട്ടിൽ നിന്ന് ഭാര്യ വല്ലതും വിളിച്ചായിരിക്കും സാറേ. ഇത് ക്ഷമിക്കണം. ഭാര്യ. ഹലോ ഹലോ, സേതുരാമയ്യർ സാർ ഉണ്ടോ? സാറേ എന്റെ ഭാര്യയല്ല. സാറിനെ ഏതോ സെറ്റപ്പ് വിളിക്കണം. അല്ല കേസിന്റെ കാര്യത്തിന് ആരോ വിളിക്കണം. ഒരു പെണ്ണാണ്. പെണ്ണോ? ആ ഹലോ സേതുരാമയ്യർ CBI. അമേരിക്കയിലുള്ള കസിന്റെ വീട്ടിലേക്ക് പോവാണ്. വരണിന് എന്താണ് സംഭവിച്ചതെന്നറിയാൻ. നിർത്താം. എടാ പട്ടി വരണം എന്താ സംഭവിച്ചത് ഞാൻ അങ്ങോട്ട് പറഞ്ഞാലേ ഇപ്പോഴാ പിടികിട്ടിയത്. എടാ ആ പാവത്തിന് ആരും കൊന്നതല്ല, നിന്റെ ശല്യം കാരണം അത് തന്നെ കുത്തി ചത്തതായിരിക്കും. ഒരു പരിചയമില്ലാത്ത എന്നോട് ഈ ദ്രോഹം ചെയ്യുമ്പോ ആ സ്വന്തം വീട്ടിൽ താമസിച്ച ആ പയ്യനോട് ഇവൻ എന്തുമാത്രം ദ്രോഹം ചെയ്തു കാണും. വെച്ചിട്ട് പോടാ. ജോർജുട്ടി പറയൂ. സാർ, ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ്. എടാ പട്ടി, നിന്റെ കൊച്ചു കുടുംബമായി പോയത് നിന്റെ കഴിവ് കേട്. അതിന് CBI എന്നാ പഠിച്ചടാ. സാറേ, അപ്പൊ ജോർജ് കുട്ടി എന്നാ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോകും. അത് എന്നോടാണോ ചോദിക്കുന്നത്? പിന്നെ ആരോട് ചോദിക്കും? ദൃശ്യം 3 ഇറങ്ങുമ്പോൾ ജിത്തു ജോസഫ് പറഞ്ഞു തരും. ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി നരലോകമേ പേരുമാനന്ദം തേടി വിജയിക്കറിന്തേരോ നാമങ്ങൾ പാടി. നീ ചാക്കോ സാറിനെ കണ്ടോടാ? കിടപ്പാന്നോ? തീരെ കിടപ്പാന്നോ? ആളറിയാമോ? അതെല്ലാം ചോദിച്ചാ ഇന്ന് കണക്ക് എഴുതിക്കൊണ്ട് വന്നില്ല. നീ ഇപ്പൊ അടി കിട്ടുമെന്ന് ആരുണ്ട്? എനിക്കറിയത്തില്ല വന്നോ ഇല്ലയോ. ഇന്നലെ സ്കൂൾ വിട്ടു പോയപ്പോഴേ ആ. വൈകുന്നേരം നീ ആ പള്ളിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നതുകൊണ്ട് എന്തിനായിരുന്നടാ? എടാ സാർ ഇന്നലെ പറഞ്ഞില്ലേ നാളെ വരുമ്പോ ഫാദറിനെ വിളിച്ചോണ്ട് വരണമെന്ന്. ഇവിടെ പള്ളിയിലെ അച്ഛനെ അല്ലടാ, നമ്മുടെ അച്ഛനെ. നമ്മുടെ അച്ഛൻ പോലും നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് വരണമെന്നാ പറഞ്ഞത്. അങ്ങനാന്നോ പറഞ്ഞേ? പിന്നെ? ഓ ഞാൻ ഓർത്തിത് എന്തോ ഇടപാടാന്ന് കേട്ടോ. ഇന്നലെ പരീക്ഷ എഴുതിയായിരുന്നോ? ഞാൻ എഴുതി. എങ്ങനെ ഉണ്ടായിരുന്നു? ഉച്ച കഴിഞ്ഞത്തെ എനിക്ക് സൂപ്പർ ആയിരുന്നു. ഓ എന്റെ ദൈവമേ, എനിക്ക് രാവിലെ ആയിരുന്നു ബുദ്ധിമുട്ട്. എന്നാലും പിന്നെ തലേദിവസം എല്ലാവരും ചെറുപാലം കഴിച്ചിട്ട് കിടന്നാ പോരായിരുന്നോ? അപ്പം നല്ലപോലെ പരീക്ഷ എഴുതാൻ പറ്റുമോ? പരീക്ഷയ്ക്കോ? പിന്നെന്തോ ഞാനോർത്ത് ബാത്റൂമിൽ പോകാൻ പാടായിരുന്നു. ഓ ഞാൻ പരീക്ഷയുടെ കാര്യമില്ല നിന്നോട് പറഞ്ഞു. നീ മാറുകൾ നിന്റെ പേപ്പറിന്ന് കാണിച്ച്. ഇന്നലെ മാർക്കാണോ? ആ അതെ. അയ്യോ ഇതെങ്ങനെ ഒപ്പിച്ചടാ നീ? 75-3. ഞാൻ കോപ്പി അടിച്ചതാ. കോപ്പി അടിച്ചോ? നീ എന്താ കോപ്പി അടിക്കാതെ? എടാ ഞാൻ കോപ്പി അടിക്കാൻ ഞാൻ കെമിസ്ട്രിയുടെ കൊണ്ടുവരുമ്പോ അന്ന് ബയോളജി, ബയോളജിയുടെ കൊണ്ടുവരുമ്പോ അത് കണക്ക്. എന്തിനാ വെറുതെ വെട്ടിക്കളയുന്നത്? അതുകൊണ്ട് ഞാൻ കൊണ്ടുവരാത്തെ. നീ ഇത് പേപ്പർ കാണിച്ചിട്ടേ ഷൈൻ ചെയ്തോ? ഈ 3 മാർക്ക് മേടിച്ചിട്ട് ഞാൻ എന്തോ ഷൈൻ ചെയ്യാനാ? എടാ ഒപ്പിടത്തില്ലോടാ. ഓ അതാണോ ഷൈൻ? ഷൈൻ ഷൈനാണോ? ഇത് മാർക്ക് കുറവായത് കൊണ്ടാണ് ഈ ഷൂ എഴുതി വെച്ചേക്കുന്നത്. അല്ല എന്റെ അമ്മയുടെ ഒപ്പം അതാടാ. ആഹാ, നിന്റെ അച്ഛൻ്റെ ഒപ്പം ഒപ്പം നോക്കട്ടെ. ഇത് നല്ല പഴുതാര പോന്ന പോലെ ഇരിക്കും. ഞങ്ങൾ അച്ഛനിട്ടു സൂപ്പർ ഒപ്പടാ. അവിടെ ഇത് കൊണ്ടുപോയി നിന്റെ അച്ഛൻ ഒപ്പിട്ട് മേടിച്ചോണ്ട് പോരാ അവിടെ. ഇതിനകത്തോ? സാർ സമ്മതിക്കത്തില്ലടാ. സൂപ്പർ ഒപ്പടാ അത്. ഇല്ല ഞങ്ങൾ അച്ഛൻ അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾ അച്ഛനെ ഒന്ന് പറയടാ. ഞങ്ങൾ അച്ഛൻ നിനക്കറിയാൻ പറ്റോടാ പന്നിനാ. അയ്യോ നിങ്ങളുടെ അച്ഛൻ സൂപ്പറാടാ. അല്ലെന്ന് പറഞ്ഞില്ലേ? ഗുഡ് മോർണിംഗ് സാർ. എടാ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ക്ലാസ്സിൽ കയറുമ്പോൾ നിശബ്ദത പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെ കേൾക്കാ ഇത്? ആ പറഞ്ഞതുപോലെ ടൂറിന് പോയ കുട്ടികളും അധ്യാപകരും എല്ലാം ഇന്നെത്തും. 5 ദിവസം കഴിഞ്ഞ് എത്തുക.
ഇത് യൂണിഫോം എന്തോ ചെയ്യുന്നു? ഇന്ന് ബുധനാഴ്ചയല്ലേ, വേറെ യൂണിഫോം അല്ലേ? ഓ പറഞ്ഞ പോലെ ബുധനാഴ്ച ആയിരുന്നല്ലേ, ഞാനതങ്ങ് മറന്നുപോയി. അപ്പൊ നമുക്കേ സാറേ അങ്ങോട്ട് എടുക്കാം. 5 വിഷയം കൊണ്ടാണോ വന്നേക്കുന്നേ? അവിടെ ആ ഇരിക്കെ, സിറ്റ് ഡൗൺ. അഖിലുണ്ടോ? ഉണ്ട്. ആ ജീവനുണ്ടോ? അല്ലേ പിന്നെ ഇവിടെ വന്നിരിക്കുവോ? എടാ ജീവനുണ്ടോ നീ ക്ലാസ്സിലെ? ഇല്ല, അവൻ ടൂറ് പോയി. ടൂറിന് പോയി. ടൂറിന് പോയോ? ജീവന്റെ അച്ഛൻ എങ്ങനെയുണ്ട്? ജീവൻ അച്ഛൻ എന്തോ പറ്റി? ഒന്നും പറ്റിയില്ലേ? ഇല്ല. ഒന്നും പറ്റാതിരിക്കാൻ ഞാൻ ജഗദീശനോട് പ്രാർത്ഥിക്കാം. അനന്തു ഉണ്ടോ? പ്രസന്ന സാർ. നിന്നോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാക്കണം. പ്രസന്റ് സാർ. ആ സഞ്ചിത എന്തേലും ഇട്ടോണ്ട് പോകാനാണോ? എടാ ഈ ക്ലാസ്സിലെ സഞ്ചിതയുണ്ടോ? സഞ്ചിത? ആ സഞ്ചിതയല്ല. ആ അതും ടൂറ് പോയി കൊടുത്തില്ല. ആണോ? വരുണുണ്ടോ? വരുന്നില്ല, സാറ് പോയിക്കോ. ഞാനും ഒരു 4-4.5 ആയിട്ടേ ഉള്ളൂ. എടാ വരുണുണ്ടോ ഈ ക്ലാസ്സിൽ? ടൂറിന് പോയി വരുന്നുണ്ടോന്ന് ചോദിച്ചേ. അന്ന് അത് പറയണം. എന്തുവായാലും രണ്ടുപേരുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. ഇന്നറിയാം. അഖിലിന്റെ അച്ഛൻ വന്നോടാ? അഖിലിന്റെ അച്ഛൻ വന്നോ? പിന്നെ രാവിലെ മൈക്കാട് പണിക്ക് പോകുന്ന അച്ഛൻ വൈകിട്ട് വരത്തില്ലയോ? നിന്റെ അച്ഛൻ ഗൾഫിലല്ലായിരുന്നു? എന്റെ അച്ഛനല്ല ഗൾഫിൽ, ഇവന്റെ അച്ഛനാ ഗൾഫിൽ. ആ നിന്റെ വീട് പണി എന്തോ മോനെ? വാർപ്പ് കഴിഞ്ഞ് ഇനി തറ കെട്ടിയാ മതി സാറേ. വാർപ്പ് കഴിഞ്ഞു, ഇനി നമുക്ക് അടുക്കളയുണ്ട്. അതിന് കെട്ടുന്ന മേച്ചിരിയെ വിളിക്കുന്ന പേരാ തറ. ആ ശരി ശരി, അവിടെ ഉണ്ടായിരിക്കും. അപ്പം ഇന്നത്തെ വിഷയം ഞാൻ അതങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. എന്തുവായിരുന്നു പറഞ്ഞ ടീച്ചറും സാറും കൂടെ എന്തോ വിഷയമായിരുന്നു? എവിടെ കേട്ടെന്നറിയാവോ? അഖിലേക്ക് വന്നോടാ മോനെ. പോയിട്ട് ആ സ്റ്റാഫ് റൂമിന്റെ അവിടെ ആ വലത് സൈഡിൽ ഒരു തടിയലമാര ഇരിപ്പുണ്ട്. കൊടുക്കാനാണോ? അതിന് മണ്ടക്കൊരു ചൂടിരിപ്പുണ്ട്, പോയിട്ടുണ്ട്. നിനക്ക് വിഷയം അറിയണോ എന്തുവാന്നില്ലേ? ആ വരട്ടെ. എടാ വിഷയം പറഞ്ഞോളാം സാറ്. ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാം, ഞാൻ നീ വരാൻ നോക്കിയിരിക്കണം. നിനക്കറിയണോ വിഷയം? കേടാ ഇത് വല്ലാത്ത വിഷയം. ഞാൻ മറന്നിട്ടില്ല. നിനക്ക് ഇനി അടുത്തോണ്ടേ ഏതെങ്കിലും ടീച്ചർ വന്ന് ഗ്രാമർ എടുത്തായിരുന്നോ? ഞങ്ങള് കണ്ടില്ല. എവിടെ എടുത്തോണ്ട് പോയി? എടാ ഗ്രാമർ, മലയാളത്തിന്റെ ഗ്രാമർ എടുത്തോ? ഇല്ല ഇല്ല ഇല്ല. എന്നാ ഇന്ന് നമുക്ക് ഗ്രാമർ പഠിക്കാം. കർത്താവ്, കർമ്മം, ക്രിയ. രാമുവിനെ പശു തൊഴിച്ചു. എന്താ പണിയാ കാണിച്ചത്? ഇതിനകത്ത് പറയുന്ന കേക്ക്. രാമുവിനെ പശു തൊഴിച്ചു. ഇതിനകത്ത് കർമ്മം എവിടെ? രാമുവിന്റെ വീട്ടുവളപ്പിൽ തന്നെ നടക്കും. പശു അല്ലയോ തൊഴിച്ചേ? കർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ തൊഴിച്ചു. ഓ തൊഴിച്ചെന്നോ? എടാ പറഞ്ഞു മനസ്സിലായോ? ഈ തൊഴിക്ക് പറയുന്ന കർമ്മം എന്നാ. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ മിക്ക ദിവസം ഈ കർമ്മം നടക്കാറുണ്ട്. അച്ഛൻ പണിയും കഴിഞ്ഞാൽ അങ്ങ് കർമ്മം ചെയ്യും, അമ്മയും കർമ്മം ചെയ്യും. കർമ്മത്തിന്റെ ബഹളം ഇവരോട്. ഒരു അടിയാനൊക്കെ തരും കേട്ടോ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ക്ലാസ് ചെയ്യുന്നതുകൊണ്ട് സംസാരിക്കരുത്. പറയുന്നതൊന്നും കേൾക്കരുത്. അതിനപ്പുറത്ത് കയറി സംസാരിച്ചോണം. കേകയുടെ ലക്ഷണം പറയടാ. അഖില് പറ. കേകയുടെ 4 കാലുണ്ട്, മാനിനെ പോലെ കൊമ്പുണ്ട്. അത് കേക മാൻ. അയ്യോ പിന്നെ ആനെ പോലെ കൊമ്പുണ്ട്. കേകയല്ല, കേക. നീ എഴുന്നേറ്റ് പറ. നീ പാസ് വിട്ടോടാ. ഇല്ല കേക പറ. കേകയുടെ ലക്ഷണം പറ. 1 2 2 2. എന്നെയും കൊണ്ട് 1 2 പറയിപ്പിക്കരുത്. പറയാൻ 3 2 2 3 2 എഴുത്തുകൾ. 14 6 ഗണം. 11 വേണം. ഒരുത്തമിന്റെ കേകയാ. എന്റെ അനന്തു, നീ നന്നായിട്ട് പഠിക്കുന്ന ഒരു പയ്യനല്ലടാ. നിനക്ക് ഈ തുടക്കവും കറക്റ്റാ, ഒടുക്കവും കറക്റ്റാ. സെന്റർ ക്ലിയർ ചെയ്താൽ മതി. അതെന്താ അവിടെ ചെയ്യാത്തത്? എന്താ അത് ഞാൻ ശ്രദ്ധിക്കാം. അത് ശ്രദ്ധിച്ചിരുന്നോ? അടുത്ത ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. കഴിഞ്ഞ ദിവസം മലയാള പദ്യം പഠിച്ചോണ്ട് വരാൻ പറഞ്ഞു. പഠിച്ചോ മലയാളത്തിന്റെ പദ്യം? അടുത്ത ഓരോ കോള്. തിങ്കളും താരങ്ങളും, തൂവള്ളി കതിർ ചിഹ്നം, തുങ്കമ്മ വാനിൻ ചവിട്ടിൽ ലാണന്റെ വിദ്യാലയം, ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിള കൂതിയില്ലേ, മൺവിള കൂതിയില്ലേ. ഇങ്ങോട്ട് ഇറങ്ങി വാ. ചെല്ലടാ, വിളിച്ചല്ലേ. ആ മൺവിളക്കോട് ഇങ്ങോട്ട് വാടാ. ആ മൺവിളക്ക് എവിടോട്ട് വെക്ക. കേട്ടോ, ഇന്നലെ എന്റെ നെഞ്ചിലെ മൺവിളക്കുണ്ടോ? അതിനകത്ത് മൺവിളക്കുണ്ടോ? മൺവിളക്കുണ്ടോ? അതിനകത്ത് ഇവിടെ വിളക്കെടുത്തോണ്ട് വിളക്കെടുത്തോണ്ട് മൺവിളക്കില്ലേ? നേരിട്ട് പാടി പദ്യം പാടി. കനകച്ചിലങ്കയില്ലേ?
കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമിഴിയിൽ കമലകളം കവിളിണയിൽ സിന്ദൂരം നടന്ന പുലരിമഴ പൂഞ്ചൊടിയിൽ പുന്നാരം. ആ പുന്നാരമേ, ആ പിന്നാരം കൊണ്ട് ഇങ്ങോട്ട് വന്നാട്ടെ. ആ പിന്നാരം ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എന്തോ അതെ? കടമിഴിയിൽ കമലദളം. കമലദളം. കടമിഴിയിൽ കമലദളം എന്നാണോ? അങ്ങനെ അവിടെ നിനക്ക് സമാധാനമായില്ലോ? വന്നിരിക്കും. ആ നേർച്ചയിട്ടൊന്നുമല്ല. നീ ഇതോടെ ശ്രദ്ധിക്കേ. ആ പുസ്തകം കൊണ്ട് മടക്കി വെച്ചാൽ മലയാള മാസങ്ങൾ അതറിയാമോ? മലയാള മാസങ്ങൾ എന്ന് പറഞ്ഞേ. പാസ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ചിങ്ങം, കന്നി, തുലാം, ആയില്യം. ആയില്ലയോ? ആയില്യം എന്നാ ചോദിച്ചേ സാറേ. എടാ 12 മാസങ്ങൾ വേണ്ടേ? എന്നിട്ടാണ് ഈ ഫെബ്രുവരി വന്നത് മലയാള മാസത്തിനകത്ത്. എല്ലാം കൂടെ 12 കിട്ടിയാ പോരെ? എന്റെ കയ്യിൽ നിന്ന് കിട്ടും കേട്ടോ. ഞാൻ കൂടെ 12 കിട്ടിയാൽ മതിയൊന്ന്. നീ പറയടാ മലയാളം നാളുകൾ എഴുന്നേറ്റ് പറയങ്ങോട്ട്. മലയാളം നാളെ. അയ്യോ കേട്ടിട്ടില്ല. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, റീന, തോന്നി. ആ അതെനിക്ക് തോന്നി. ഇങ്ങോട്ട് വാ. മലയാളത്തിൽ റാന്നി തോന്നി. മലയാള നാളുകൾക്ക് സത്യം പറഞ്ഞ നിങ്ങളെ കൊണ്ട് എനിക്ക് അങ്ങ് തലവേദന. എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. സാർ ഒന്ന് റെസ്റ്റ് എടുത്തോ 2 മിനിറ്റ്. ബുക്കിംഗ് കൊണ്ടുപോകാം. എന്താടാ ബുക്ക് തരാനോ? എന്തിന്? ഞാൻ നോക്കിട്ട് തരാടാ. എടാ തുറക്കല്ലേ. എന്തുവാ? മയിൽപ്പീലി ഇരിക്കുവാ. ഇത് മൈപ്പിൽ വെച്ചേക്കുന്നേ. എടാ മയിൽപ്പീലി ഇതിനകത്തിരുന്ന് പ്രസവിക്കുമ്പോഴേ അങ്ങനെ ക്ലാസ്സിലെ മഞ്ജു ഇല്ലോ, എനിക്ക് അതിനെ കല്യാണം കഴിക്കാൻ പറ്റും. നോക്കട്ടെ. എടാ തുറക്കരുത്. ഇത് പ്രസവിച്ചില്ലല്ലോടാ. എടാ ഞാനും ആലോചിച്ച് ഒത്തിരി നാളായി അത് വെച്ചിട്ട്. എന്തോ അതോടത്തില്ല. അടാ ഇത് പ്രസവം നിർത്തിയ മൈപ്പീലിയാ. എന്തോടെ കടന്നു പോകുന്നു? അപ്പം ബുക്കിനകത്തേ മൈപ്പീലി കൊണ്ടുവന്നു. മഞ്ജുവിനെ ക്ലാസ്സിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എഴുതരട്ടോ. നോക്കട്ടെ. ആവശ്യമില്ലാത്ത ഓരോ സാധനങ്ങൾ ക്ലാസ്സിൽ കൊണ്ടുവന്നേക്കുവാ. എന്തിനോടുന്ന ഇത് ബുക്കിനകത്ത് വെച്ചാലേ മഞ്ജുവിനെ കല്യാണം കഴിക്കാൻ പറ്റും. നമ്മുടെ ആഗ്രഹം സാധിക്കും അവൻ പറയുന്നത്. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ഈ ഞാൻ ബില്ലി കൊണ്ടുവരത്തില്ല. ടീച്ചറെ വനജ ടീച്ചറെ കുട്ടിയുടെ കയ്യിൽ നിന്നേ ഞാനൊരു മയിൽപ്പീലി പൊക്കിയിട്ടുണ്ട്. അതൊക്കെ മതി. ഇതിപ്പോ കുട്ടികൾ പറയുന്നത് ഇത് പുസ്തകത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമെന്ന്. ടീച്ചർ ഇത് ആ ഹാജർ ബുക്കിനകത്തോട്ടൊന്ന് ചുരുങ്ങി കയറ്റാമോ? പറ്റത്തില്ലേ ടീച്ചറെ? വെച്ചിട്ട് പോവാനോ? ആ വൈകിട്ട് വിളിക്കാമേ. മേടിച്ചോണ്ട് വരുന്നുണ്ട്. സംസാരിക്കരുത് വിടുന്നു കേട്ടോ. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരുത് കേട്ടോ. ഇത് വിട്ടിരിക്കട്ടെ. സ്റ്റാഫ് റൂമിൽ കൊണ്ടുവെക്കാം. അവിടെ എന്തിനു കൊണ്ടുവെക്കുക? സൗകര്യമാവുമല്ലോ. ഇനി അടിയാ ഞാൻ തരുന്നത്. ആ മലയാളത്തിന് പുസ്തകം മടക്കി ഹിന്ദി എടുക്കാം. ഹിന്ദിയിൽ പേര് എങ്ങനെ ചോദിക്കും? ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്. അപ്പം പേരെന്ത് എന്തെന്ന് എങ്ങനെ ചോദിക്കും? പേര് അല്ല പാവയ്ക്ക. എടാ നാം ക്യാ ഹേ അങ്ങനെ ചോദിക്കണം. നാം ക്യാ ഹേ. ഇരിക്കവിടെ. നീ ക്യാ ഹേ ഹിന്ദി പോയം പഠിച്ചോണ്ട് വന്നിട്ടുണ്ടോ? പോയോ? ആ പാസ്. ഇത് ഞാൻ നിന്റെ പേര് കേസ് കൊടുക്കും. അഖിലേ ഹിന്ദി പോയം പഠിച്ചു അനന്ത് എഴുന്നേറ്റ് ചൊല്ലേ. ഹിന്ദി പോയം എഴുന്നേറ്റ് ചൊല്ലാൻ. അതിന്റെ ആദ്യം ഒന്ന് പറ സാറേ. അതിന്റെ ആദ്യത്തെ ലൈൻ ഒന്ന് പറയാമോ? ആവോ മിൽക്കർ ഗായേ ഗീത് എന്നൊരു പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആ എന്നാ അതോടെ ആവോ മിൽക്കർ ഗായേ ഗീത് ബഡായേ ഗീത് ഗായേ ഗീത് ബഡായേ ഗീത് ആവോ മിൽക്കർ ഗായേ ഗീത്. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. ഇതെന്തിനാന്നറിയാമോ? നല്ലൊരു ഹിന്ദി പോയം കൊണ്ടൊന്ന് ഓട്ടം തുള്ളലാക്കിയാൽ പോയിരിക്കും. എന്റെ ഒരു ഓട്ടം തുള്ളൽ രീതിയിലുള്ള ഒരു പാട്ട്. മിണ്ടരുത് ഇവിടെ. രണ്ടെണ്ണം. ആ ഹിന്ദി പുസ്തകം എടുത്ത് വെച്ചേ. കണക്കെടുക്കാം. അഖിലേ എന്നോടോ? എഴുന്നേറ്റേ. ആ 4 പട്ടിയെന്ന് ഇല്ലേ? 4ന്റെയോ? ആ ഒരു 4 ഒരു 4 ആ 24 24 4 കിടന്നാലും 4 4 4 എടാ 24 8 4 8. ആ അതെ അനന്ത് എഴുന്നേറ്റേ. 8ന്റെ പട്ടികയല്ലോ. 8ന്റെ 8ന്റെ പണിയായത്. 8ന്റെ പട്ടികയിൽ 8ന്റെ ഒരെട്ട് 16. ആ 16. ആരുടെ? എന്റെ
എടാ ഈരട്ട് 16. ഈരട്ട് 16. മൂവെട്ട്. ആ നോക്കട്ടെ. മര്യാദക്ക് 2 പേരും നാളെ പട്ടിയെ പിടിച്ചോണ്ട് വന്നേ കേട്ടോ. ഇന്ന് ഞാൻ ആരെ കണ്ടിട്ടാണ് ഇറങ്ങിയത്? മൈനെ കണ്ടു. അടുത്തത് ഒരു ചോദ്യം ചോദിക്കുക. ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് ആര്? അയ്യോ എനിക്കറിയത്തില്ല. ശാസ്ത്രത്തിന്റെ സാറങ്ങ് പറ. ഹലോ. വനജ ടീച്ചറെ, ഈ വനജ ടീച്ചറിന്റെ പിതാവ് ആര്? വനജ ടീച്ചറിന്റെ പിതാവ്. ഗണിത ടീച്ചറിന്റെ പിതാവ് ആരാ ടീച്ചറെ? മാറിയോ? അപ്പം പുതിയത് മതി. ടീച്ചർ പറയുന്നത് പഴയതിനകത്ത് നേരെ വേറെ ഒരു പിതാവായിരുന്നു, ഇപ്പം പുതിയതിനകത്ത് മാറ്റം ഉണ്ടെന്നാ പിതാവ്. അങ്ങനെ പറഞ്ഞാൽ മതി. സിലബസ് മാറിയില്ലടാ. ഉടനെ പിതാവും മാറുമോ? പിന്നെ സിലബസ് മാറുമ്പോ പിതാവ് മാറും. 6നെ 2 ഭാഗിച്ചാൽ എന്ത് കിട്ടും? 6നെ 2 ഭാഗിച്ചാൽ വെടിക്കെട്ട് 2 ഡാം ഉണ്ടാക്കാം. എന്തിനു പഠിക്കാൻ വരുവാടാ നീക്ക്? വെടിക്കെട്ട് 2 ഡാം ഉണ്ടാക്കാം. കണക്കിന്റെ ബുക്ക് എടുത്തു നോക്ക്. ഹിസ്റ്ററിയുടെ പുസ്തകം കൊണ്ട് എടുത്തേ. സാറേ ഹിസ്റ്ററിയുടെ പുസ്തകം അങ്ങോട്ട് എടുക്കാൻ പറ. ടിപ്പു സുൽത്താന്റെ ജന്മസ്ഥലം എവിടെ? സുൽത്താൻ ബത്തേരി. ഇവിടെ മൈസൂർ. അത് പറഞ്ഞു വരട്ടെ. സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് ആ ചുരം ഞാൻ കയറി വരണ്ടേ? അതിന് സാറിനെ പറയാൻ തുടങ്ങി. പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയത് എങ്ങനെ? ജീപ്പിലോ? പോലീസുകാരല്ലേ? പോലീസുകാരാണ്. പോർച്ചുഗീസുകാർ. അതെനിക്കറിയത്തില്ല. അങ്ങനെ എഴുന്നേറ്റ് പറ. കപ്പയും കൊണ്ട് പുഴുങ്ങി തേട്ട് പായി കയറി കിടക്കാനാണോ അവര് വന്നത്? അതോടാ അല്ല അങ്ങനെ സാധനം പായ് കപ്പലിൽ. അതാ ഞാൻ ഉദ്ദേശിച്ചല്ല. ISROയുടെ പിതാവ് ആര്? പറ അനന്ത് പറ. ഇവനാ? ഞാനോ? ISROയുടെ പിതാവ്. എപ്പ സാർ അതിലെ വരുന്ന അന്നേരം അയ്യോ സാറോ. എടാ അതല്ല, ഞാൻ തരും. വിക്രം സാരാഭായ്. അയ്യോ ഇപ്പൊ മനസ്സിലായല്ലോ, ഈ ഭായിമാരൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പാർട്ടികളല്ല. കഴിവുള്ളവരുണ്ട് ഇതിനകത്ത്. ഉണ്ട്. അടുത്തത് താജ്മഹൽ പണി കഴിപ്പിച്ചത് ആർക്കു വേണ്ടി? മുംതാസ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? പിന്താസ്. പിന്താസോ? അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഷാജഹാൻ. ഒരു ഉത്തരവിൽ നിന്ന് എന്റെ ശരിയായിട്ടില്ല. പഠിക്കണോടാ. ഇവിടെ കേൾക്കണം. ലോകത്തിലെ 2 അത്ഭുതങ്ങൾ. 7 ഉണ്ട്. 7 അത്ഭുതങ്ങളാണുള്ളത്. 2 നീ ഒന്ന് പറയുന്നു. കറക്റ്റ് പറ. അനന്ത് പറ. ചൈനയിലെ വെഞ്ചരൽ. വൻപയർ. അത് ചീത്തയാണത്. അയ്യോ ഞാൻ മതിലെന്നാ പറഞ്ഞേ. അങ്ങനെ മതിൽ എന്നാ പറഞ്ഞത്. ചൈനയുടെ വൻമതിൽ. തെറ്റിക്കരുതേ. ഇല്ല. രണ്ടാമത്തെ ഒരു അത്ഭുതം ഉണ്ടല്ലോ, അത് അഖില് പറഞ്ഞേ. കുട്ടപ്പനാര്? കുട്ടപ്പൻ നിന്റെ ഉപ്പാപ്പൻ. ചരിഞ്ഞു നിൽക്കുന്ന പിസയല്ലടാ, ബർഗർ. അത് തിന്ന സാധനമാ. എടാ അതിന്റെ പേരെന്തുവാന്നാ ചോദിച്ചത്? ഞങ്ങൾക്കറിയത്തില്ല, സാറെന്ന് പറ. വനജ ടീച്ചറെ, ഈ ചരിഞ്ഞിരിക്കുന്ന ഒരു അത്ഭുതം ഉണ്ടല്ലോ, അതിന്റെ പേരെന്തുവാ? കുഴപ്പമില്ല. എന്താ പറഞ്ഞു സാറേ? ടീച്ചർ പറഞ്ഞിരിക്കുന്നത് ഈ ചരിഞ്ഞിരിക്കുന്നൊന്നും വലിയ അത്ഭുതപ്പെടാനില്ലെന്നാ ടീച്ചർ. പിന്നീട് നോക്കാം. ഏറ്റവും സംസാരിക്കരുത്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ? അടുക്കള ഭാഗത്താ. അടുക്കള ഭാഗത്തോ? അവിടെ ഷീറ്റ് ഇട്ടിട്ടില്ല സാറേ, കൂടുതൽ അവിടെ കിട്ടുന്നത്. ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ? കേരളത്തിലല്ലേ എന്റെ വീട് ഇരിക്കുന്നേ. ഇനി അഥവാ ഞാൻ ഇനി പോയി എവിടെ ഇത് ലഭിക്കുന്നതെന്ന് നോക്കാം. അമ്മ മഴയെ തുറക്കുവോ? ഇറക്കി വിടുവോ? എങ്ങനെ കണ്ടുപിടിക്കും? അവൾ സത്യമില്ലേ? ഇറങ്ങി വാടാ. കാരണം ഞാൻ എപ്പോഴും ഞാൻ അങ്ങോട്ട് വരുമല്ലയോ. ഒരു പ്രാവശ്യം സാർ ഇങ്ങോട്ട് പോയി, എന്തായാലും നല്ലതിനല്ല. ഞാൻ ആവശ്യക്കാരനായി പോയില്ലേ, ഞാൻ അങ്ങോട്ട് വരാം. കേരളത്തിലെ ഏറ്റവും മഴ ലഭിക്കുന്നത് പറടാ. കേരളത്തിലെ ഏറ്റവും മഴ ലഭിക്കുന്നത് എവിടെ? ലക്കടയോ? ലക്കട എന്നാടാ? ലക്കടി. ഞാൻ ആരെ അടി പോടിയെന്ന് വിളിക്കുന്നത്. ഞങ്ങളെ അമ്മ അങ്ങനൊന്നും അല്ല എന്നെ പഠിപ്പിക്കുന്നത്. ഈ
ഇനി ഹിസ്റ്ററിക്കകത്ത് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? സാറേ എനിക്കൊരു സംശയമുണ്ട്. എന്താ പറ. എനിക്ക് സംശയം ചോദിക്കുന്നവർ ഭയങ്കര ഇഷ്ടമാകില്ലേ? ഈ വാസ്കോഡ് ഗാമയുടെ വീട്ടുപേരെന്തുവാ? തടത്തിൽ പുത്തൻ വീട്. മറക്കാതെ എഴുതിയിട്ടാ അത്. എടാ അത് എന്റെ വീട്ടുപേരാന്ന്. വാസ്കോഡ് ഗാമയുടെ വീട്ടുപേരാ അത്. എന്തുവാന്ന് എന്തിനു വരുവാടാ നീയൊക്കെ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ആ ഹിസ്റ്ററിയുടെ പുസ്തകം മടക്കി വെക്ക്. ബയോളജിയുടെ പുസ്തകം. അടുത്ത കോള്. ബയോളജി എന്നാൽ ജീവശാസ്ത്രം, അറിയാമോ? അപ്പം ബയോളജിയുടെ പടം വരച്ചോണ്ട് വരാൻ ഞാൻ പറഞ്ഞായിരുന്നു. വരച്ചോണ്ട് വന്നോ? അനന്ത് വരച്ചോണ്ട് വന്ന് കാണിച്ചു. ഞാൻ വരച്ചത് സാറേ. ഇങ്ങോട്ടേ ഇതല്ലേ ശരിയാകണേ. കൈ കൊണ്ട് നീട്ടി. കൈ നീട്ടാനോ? കൈ നീട്ടാ. എന്തിനാന്നറിയാമോ? ഇല്ല. കൊച്ചമീബയുടെ പടം വരച്ചോണ്ട് വരാൻ പറഞ്ഞപ്പം കൊച്ചിൻ കനീബയുടെ പടം വരച്ചോണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. ഞാൻ ഓർത്ത് കൊച്ചിൻ കനീബയുടെ പടം വരയ്ക്കുന്നു. സംസാരിക്കരുത്, ഞാൻ പറഞ്ഞേക്കാ വിടുന്നുണ്ട് കേട്ടോ. ഞാൻ ബയോളജി നിങ്ങളെ പഠിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഫിസിക്സിന്റെ പുസ്തകം. ഫിസിക്സിന്റെ? ഫിസിക്സ് അഥവാ ഭൗതിക ശാസ്ത്രം. ദ്രവ്യത്തെയും ഊർജത്തെയും പറ്റിയുള്ള പഠനമാണ് ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സ്. എന്തു പറയും? എന്തോ പറയുന്ന സാർ, ഇങ്ങനെ പോകുന്നു. എടാ ഫിസിക്സ് എന്ന് പറയുമെന്ന് ആര് പറയും? ഞാൻ പറയുമോ? സാറ് പറഞ്ഞാ മതി. പിന്നെ ഞാൻ പറഞ്ഞതേ കാണത്തുള്ളൂ. എനിക്ക് ഇന്നാൾ ഇതുപോലെ ഒന്നും പറ്റിയില്ല. എന്തോ പ്രശ്നമായിരുന്നു അറിയാം. ഞാൻ ഏതാണ്ട് പറഞ്ഞു. അനന്തുവേ, ഞങ്ങൾ അച്ഛൻ പോലും ഓടിയില്ല. ഞാൻ പറയത്തില്ല. പിന്നെ ഗ്രാവിറ്റി എന്നാൽ എന്ത്? അഖിൽ എഴുന്നേറ്റ് പറ. മൂന്നാറ് മലനിരകളിൽ ഇത്രയും വളർന്നൊരു ചെടി, അതിന്റെ ഇല പറിച്ചിട്ട് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് AVT. എടാ അത് AVT ചെയ്യില്ല. പിന്നെന്താ ചോദിച്ചേ? ഗ്രാവിറ്റി. എഴുന്നേറ്റ് പറ. ഗ്രാവിറ്റി ഭൂമി എല്ലാ വസ്തുക്കളെയും അങ്ങ് ഡൽഹിയിലേക്ക് ആകർഷിക്കുന്നു. ഡൽഹിയിലേക്കോ? കേന്ദ്രത്തിലേക്ക്. ശരിയായ ഗ്രാവിറ്റി എന്ന് പറയുന്നു. അത് ഫില്ലാക്കത്. അതിന് ഗ്രാവിറ്റി എന്ന് പറയുന്നു. ഇരിക്കും അവിടെ. ഒരു ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫില്ലാക്കണം. അപ്പൊ ഇനിയും ഇത്രയും മതി. സ്റ്റാൻഡപ്പ്. റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്, സിറ്റ് ഡൗൺ. നമുക്ക് കുറച്ച് നേരം ഈ പഠിത്തമൊക്കെ മാറ്റി വെച്ചാൽ നിങ്ങൾ പടമൊക്കെ വരയ്ക്കും. ഡ്രോയിങ് ഒക്കെ ഇഷ്ടമാണോ? കുറച്ചൊക്കെ വരയ്ക്കും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാള് അനന്തു ഞാൻ പറയുന്ന ഒരു ചിത്രം അവിടെ ബോർഡിൽ വരച്ചേ. വിഷയം പറ. വിഷയം എന്ന് പറയുന്നത് ഒരു പുഴക്കരയിൽ ഒരു കൃഷിക്കാരൻ മീൻ പിടിച്ചോണ്ടിരിക്കും. അത് വരയ്ക്കും. ഒരു ഭയങ്കര മഴയുള്ള സമയമാണ് അല്ലേ? പെട്ടെന്ന് അല്ലേ വരയ്ക്കും. ആറ്റുകട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കി മെല്ലെ മെല്ലെ കവിൾത്തടങ്ങൾ സുലഭമായി ഞാൻ സൂര്യകാന്തികൾ. അനന്ത് വരച്ചോ? ഇതെന്ത് ചൂണ്ടയിടുന്നേ? മീനെ പിടിക്കുന്ന ചൂണ്ടയിടുന്നത്? ചൂണ്ട വേണ്ടേ? മനുഷ്യൻ എന്തിയേ? ഈ മഴയത്ത് അയാൾ അവിടെ ഇരിക്കും. അയാൾ വള്ളപ്പരെ പോയിരിപ്പുണ്ട്. എന്റെ ദൈവമേ, എടാ എന്തുവാടാ ഈ വരച്ചു വെക്കുന്നത്? എനിക്കറിയാവുന്ന ഒരാളെ ഞാൻ വരച്ച. പുള്ളിക്ക് പനിയാ. പോയിരി. നിന്നെ ഇനി നന്നാക്കിയിട്ട് കാര്യമില്ല. അഖിലേക്ക് വേണം. അഖിലേക്ക് വേണം. ഞാൻ പറയുന്ന ചിത്രം ഒരു പാവപ്പെട്ട കൃഷിക്കാരന്റെ വീട് കൊണ്ട് വരയ്ക്കാം. പെട്ടെന്ന് തുടയ്ക്ക്, സമയമില്ല. ഇപ്പം വെല്ലടിക്കാറായി. പാവം പിടിച്ചോന്റെ ആന്നേ. പാവം പിടിച്ചൊരു വീട്ടുകാരൻ. അത് അവൻ വരച്ചോട്ടെ. നീ അവിടെ ഇരിക്ക. നിന്നോട് പറഞ്ഞോ നീ വരച്ചോ? വരച്ചോ മോനെ. എന്തുവാ അത്? വീടെന്തിയേ? സാറേ പാവപ്പെട്ടോണ്ട് വീടല്ലയോ? ലൈഫ് ലൈനിൽ നിന്ന് കിട്ടിയതാ. ഒരു ഗഡുവേ കിട്ടിയുള്ളൂ. ബേസ്മെന്റ് കെട്ടാനാ കിട്ടിയുള്ളൂ. സാറേ പാവം പിടിച്ചവന്റെ വീടും ബുദ്ധിമുട്ടും സാറിന് അറിയാത്തോണ്ടാ. ഈ തറ കെട്ടി ഇനി എത്ര നാൾ കിടക്കുമെന്നറിയാം. എന്തുവാടാ? പിന്നെ ഇനി നിങ്ങളോടൊരു ദുഃഖ വാർത്ത ഞാൻ പറയുവാണ്. ദുഃഖ വാർത്തയോ? 16-ാം തീയതി ഞാൻ വിരമിക്കാൻ പോവാ. അയ്യോടാ. സാറ് പറഞ്ഞ നിനക്ക് മനസ്സിലായോ? ഇല്ല. 16-ാം തീയതി സാറ് മരിക്കാൻ പോവാണ്. എന്നാ വല്ല കടം വല്ലതും കാണും. അങ്ങനെ ആണെങ്കിലുണ്ടല്ലോ സാറിന്റെ നെഞ്ചത്ത് റീത്ത വെക്കണം.
പ്രീത്ത അപ്പുറത്തെ ക്ലാസ്സില്. അതല്ലടാ, പൂ വെച്ച് ഉണ്ടാക്കി വെക്കത്തില്ലോടാ. അല്ല അത് ബൊക്ക. ആണോ? ആ. വെക്കണോടാ, നമ്മളെ പഠിപ്പിച്ച സാറല്ലോടാ. എന്തുവാടാ പറയുന്നേക്കുന്നുണ്ട്? സാറ് മരിക്കാൻ മരിക്കാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ മരിക്കാൻ പോവാന്നാന്നോ പറഞ്ഞത്? ഞാൻ വിരമിക്കാൻ പോവാണെന്ന്. വിരമിക്കാൻ പോവാന്ന്. മരിക്കാൻ പോവാന്ന്. ഓ, എന്തുവാണ് അത് പറഞ്ഞാൽ പോലും മനസ്സിലാകത്തില്ല. നിങ്ങൾ രണ്ടുപേരും ഇങ്ങ് എഴുന്നേറ്റ് വന്നേ. അയ്യോ, അടുത്തടിക്കാന്ന്. അടിക്കാൻ അല്ലെങ്കിൽ വന്നേ. അടിക്കാനാണ് ഞാൻ. അനന്ത് ഇപ്പുറത്ത് വാടാ. അവിടെ നിന്ന് ഒതുങ്ങാതെ. എടാ, നിങ്ങളെ വഴക്ക് പറയുന്നതും അടിക്കുന്നതും ഒക്കെ നിങ്ങൾ നന്നാകാൻ വേണ്ടിയാണ്. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ കുട്ടികളെല്ലാം ഡോക്ടർമാര്, അഡ്വക്കേറ്റ്, ജില്ലാ കളക്ടർ വരെ ആയിട്ടുണ്ട്. എന്നിട്ടും സാർ ഇവിടെ തന്നെ കിടക്കും. സാർ ഇവിടെ കിടന്ന് ഇന്ത്യയുടെ തലത്താനെ ഇവിടെ ഐസക് ന്യൂട്ടന്റെ തല വേണം ആപ്പിളെ കൂടാ തെറിച്ചു പോയെ. ഫോണിൽ വിളിക്കാൻ പോകുന്നു. സാറിന് എന്താ ഇവിടെ ഇങ്ങനെ നിന്നാ മതി. എടാ, ഇത്രയും കാര്യം പറഞ്ഞിട്ട് പോലും നിങ്ങൾ നന്നാകത്തില്ലയോ? അവിടെ ഈ പൊട്ട ബുദ്ധിയിൽ ഒരു പാഴ്മോഹം തോന്നിയപ്പോ ഞാൻ ആദ്യം ഓടിയെത്തത് ഇങ്ങടാ. എന്നെ ഇരുട്ടത്താക്കിട്ട് വെളിച്ചത്തിരുന്ന് ചിരിക്കല്ലേ. കാണണ്ടേ മുഖം എന്നൊക്കെ പറയണമെങ്കിലേ ഞാനേ നന്ദനത്തിലെ ബാലാമണി ആയിരിക്കണം. ഞാനേ തത്തയാ, തത്ത. കാണിച്ചുതരാം നിന്റെ ഫസ്റ്റ് നൈറ്റ് ഇന്ന് ഞാൻ കോളാക്കി കൈ തരാടാ. എടി കൊച്ചേ, അവന്റെ ആദ്യ രാത്രി കുളവാക്കരുത്. ഈ ബോംബെ പൂടെ ഇതൊരു ഉറങ്ങിയില്ലേ? എടി പൊന്നു കൊച്ചേ, അവന്റെ ആദ്യ രാത്രി കുളവാക്കരുതെന്ന്. കൊളാക്കും. എന്നാ പിന്നെ നീ എന്തേലും ആവും. എന്റെ ജീവിതം ഈ കല്ലേലൊരിഞ്ഞ് തീരത്തേ ഉള്ളൂ. ആയുസ് തീർന്നിട്ട് ആക്രാന്തം തീരാത്ത ഒരു കിളവൻ കാലനെ പേടിച്ചകത്ത് ഒളിച്ചിരിക്ക. കാണിച്ചുതരാം, എല്ലാവർക്കും കാണിച്ചുതരാം. നിൻവിളക്ക് കൊളുത്തി വെച്ചതിൽ എന്റെ പേര് പതിഞ്ഞില്ലേ മന്ദഹ ആണ്ട്രാതും പോയാ. അങ്ങനെ ഓരെ കാത്തിരുന്ന എന്റെ ആദ്യരാത്രി ഇന്ന് നടക്കാൻ പോവാണ്. അപ്പൊ എങ്ങനെ തുടങ്ങും? പൊന്നു പൊന്ന് തക്കുടു. അയ്യേ, ക്ലീശ സ്ഥാനം കേട്ടോ. തത്തന്റെ ഇവിടെ എടോ, ഈ തത്തക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാ? നല്ല സൗന്ദര്യമില്ലേ, നല്ല മുടിയില്ലേ, കണ്ണില്ലേ, മൂക്കില്ലേ, എല്ലാരെയും കൊതിപ്പിക്കുന്ന ചുണ്ടില്ലേ. പിന്നെ എന്തിനാണോ താൻ എന്നെ കളഞ്ഞ്? പറ പറ പറ. ഇതെത്രാന്ന് പറ. ഇല്ലേ, ഒരു മിനിറ്റ്. 5 അല്ലേ? അപ്പൊ അതിന് തീരുമാനമായേ? എന്നെ കളിയാക്കണ്ട. തനിക്കൊരു കാര്യം അറിയോ? ഈ തത്തയ്ക്ക് വേണ്ടത് കിഷോറിനെയാ. തത്തയ്ക്ക് വേണ്ടത് പാലും വഴും. എടോ, താനൊരു കാര്യം മനസ്സിലാക്കണം. തത്തയില്ലാതെ ജീവിക്കാൻ പറ്റുമോ തനിക്ക്? അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ പറ്റൂ? തന്തയില്ലാതെ ജീവിക്കാൻ? പറഞ്ഞാണ്ടിയുടെ ഫിഗറുള്ളവനെ തന്തയില്ലാതെ ജീവിക്കാൻ പറ്റുമെന്നല്ല, ഈ തത്തയില്ലാതെ ജീവിക്കാൻ പറ്റുമോ തനിക്ക്? അങ്ങനെ 1000 മുള്ളുകൾ ചങ്കിൽ കുത്തി ഇറങ്ങുന്ന വേദനയിൽ ഞാൻ പറയട്ടെ എന്റെ പൊന്നു തത്തേ, എനിക്ക് എന്നെ വേണ്ട. എടോ, തനിക്ക് എന്നെ വേണ്ടാത്തതിന്റെ കാരണം എന്താണോ അത് പറ. എനിക്ക് എന്റെ ഫാമിലി ഇഷ്ടമല്ല. How dare you talk like this? Shut up your mouth. Look, stop sitting not only but also vendor കുഞ്ഞിശൻ കുട്ടറ എടവഴി. എടോ, എനിക്ക് തന്നോടുള്ള ഫീലിങ്സ് എന്താണെന്ന് അറിയണോ തനിക്ക്? എന്തുവാ അത് നമ്മളെ മുറുക്ക് അടിക്കുമ്പോ ഒരു ഒച്ച ഉണ്ടല്ലോ, അതായിരുന്നോടോ എനിക്ക് തന്നോട്. ഞാൻ വീണ്ടും പറയുന്നു, ഇന്ന് തനിക്ക് ഇവിടെ ഒരു ആദ്യരാത്രി ഉണ്ടെങ്കിൽ അത് ഈ തത്തയ്ക്കൊപ്പം. എന്ത് കാണിക്കുമെന്ന് ഞാൻ പറയുന്നത്? എന്തുവാ എന്തൊരു വൃത്തികെട്ട പെണ്ണിത്. ഞാനോ? മച്ചാനെ വാ, മറ്റാരും കാണാതച്ചാരം താ. മച്ചാനെ വാ, മച്ചാനെ വാ, മറ്റാരും കാണാതച്ചാരം താ. നെഞ്ചിൽ മാറത്താളം പഞ്ചപാണന്റെ മേളം.
पूजा महाराजा ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേറ്റ് നടക്കുള്ളൂ. എനിക്ക് അപ്പുറമാണ് പൊന്നെ. കേട്ടാ എന്താ പൊന്നെ? കേട്ടാ അയ്യോ അമ്മേ. തത്തമ്പിളി തത്തപ്പടിയോ തത്തമ്പിളി. അതിനെന്താ? അയ്യോ അവള് നിന്നെ കണ്ട ആകെ വിഷയാവും. വാ എങ്ങോട്ട്? അലമാരിക്കകത്ത്. ഇവിടെ ഇത്രയും വലിയ കട്ടില് കിടക്കും. അതിനല്ല മര്യാദക്ക് അലമാരി കയറി. ഞാൻ വരൂല. എടി അലമാരി കയറാൻ. വരൂല. എടി വരാന്. വരൂല. എന്താ ഏട്ടാ ഈ കാണിക്കുന്നേ? ലൂസിഫറിലെ ലാലട്ടെ എന്റെ പിള്ളേരെ തൊടുവാ. ഏട്ടാ പാല്. ഓ ഒരു ആദ്യരാത്രി ആവുമ്പോ പാലൊക്കെ അനിവാര്യമാണല്ലോ അല്ലേ? ഈ മിഷന്റെ സ്വിച്ച് എവിടാ? ഈ മിഷന്റെ സ്വിച്ച് എവിടാന്ന് വീരാന്തി പോയനിപ്പ. ഓ എന്റെ ദൈവമേ, ഒരു രക്ഷയില്ലാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്റെ ഇനി നീ വായപ്പെടുത്തിരിക്കാൻ അവളെ എന്തുവാണ് ഈ പറയുന്നേ? എന്താ എന്തുവാ ഈ പറയുന്നേ? നമ്മുടെ ജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും പറയട്ടാ. ജീവിതത്തെ പറ്റി ഞാനിനി എന്നാ തേങ്ങ പറയാനാ? മൊത്തം കൊഴിഞ്ഞു പോയില്ലേ? ഞാനിനി എന്നാ പറയാനാ? ഓർത്തിട്ട് പിടിക്കാന്നല്ലാതെ ഇപ്പൊ എന്നെ പറയണ്ടേ? ഒന്നും പറയാനില്ല. ഒരു കാര്യം ചെയ്യ് അമ്പലി, നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിച്ചിട്ടുണ്ട്. നിനക്ക് പഴയ പാസ്റ്റ് കാണും, എനിക്ക് പഴയ പാസ്റ്റ് കാണും. അതൊക്കെ അമ്പലി എന്നോട് തുറന്ന് തന്നെ. എനിക്ക് പറയാനുള്ളതെല്ലാം ഈ ബുക്കിലുണ്ട്. ഏറ്റവും സൗകര്യം പുരിന്ന് വായിച്ചോ. 800 പേജിന്റെ ഒറ്റ വരെ വെക്കാൻ മുഴുവൻ എഴുതിയേക്കുന്ന ഈശ്വര, അപ്പൊ കുറെ കാണുമല്ലോ ഇത്. മോളൂസിന് ഇവിടെ ചെവി അടിക്കുന്ന ഒരു ബഡ്സ് ഇല്ലടാ, ഒരു ബഡ്സ് ഇല്ലടാ ഈ വീട്ടില്. മോളൂസ് എന്റെയാടാ എന്നെ കാണിക്കുന്നത്. അത് പിന്നെ ചേട്ടാ, വീട്ടു വശം എനിക്ക് ചെവി കടിക്കുമ്പോഴേ ഈ ട്രില്ലർ മെഷീൻ ഇട്ടിട്ട് സ്വിച്ച് അങ്ങ് ഓണാക്കും. അപ്പോ എന്റെ കടി അങ്ങ് മാറും. അയ്യോ ഇതെന്തിനാ ഇത് ഈ കമ്പിപ്പാര? അതെനിക്ക് പുറത്തറിയണ്ടേ. ഈ കൈക്കന്നെ പറ്റിയതാ. അത് പിന്നെ ചേട്ടാ, തേപ്പൊട്ടിക്ക് ചൂടുണ്ടോ എന്നറിയാൻ വേണ്ടി ചുമ്മാ കയ്യിലൊന്ന് വെച്ച് നോക്കിയതാ. ചൂടുണ്ട്. കൊള്ളാല്ലേ? നീ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നീ അനുഭവിക്കടാ. അമ്പിളി, നീ എന്നെ ഈ പരസ്പര ബന്ധം ഇല്ലാതൊക്കെ സംസാരിക്കുന്നേ? അത് പിന്നെ ചേട്ടാ, എനിക്ക് ഈ 5 മിനിറ്റ് കൂടുമ്പോഴേ എന്തുവാ ഓർമ്മ കുറയുന്ന എന്തോ ഒരു വലിയ രോഗമുണ്ട്. അതിനെന്തോ പറയുന്നേ? ക്യാരക്ടർ ഡിസോർഡർ എന്നാണ് ആ ഡോക്ടറൊക്കെ പറയുന്ന പേര്. അപ്പൊ നീ ക്യാരക്ടർ മാറിക്കഴിഞ്ഞാ? അയ്യോ വലിയ കുഴപ്പമൊന്നുമില്ല. ഇല്ല കുഴപ്പമൊന്നുമില്ല. കുഞ്ഞു കുഞ്ഞു കുസൃതികള്. എന്തോന്ന്? ചുമ്മാ കൊത്തിപ്പറക്കി നടക്കുന്ന കോഴിയുടെ മുണ്ടിൽ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക. ഭഗവാന് സിംഹം ഇല്ലേ, അതിന്റെ ഏറ്റവും വലിയ അഹങ്കാരം എന്താണെന്നറിയാവോ? അതിന്റെ താടി. അതിന്റെ താടി എനിക്ക് ട്രിം ചെയ്യണം. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. എന്തുവാ? അതാണ് ഞാനും ആലോചിക്കുന്നത്. നീ പാട്ട് പഠിക്കാൻ പോയിട്ടില്ലേ? കാട്ടിലമ്മേനെ പാട്ട് പഠിപ്പിച്ചത് ആരെന്നറിയാൻ വേണ്ടി ട്രെയിൻ പിടിച്ച് ഞാൻ കർണാടക വരെ പോയിട്ടുണ്ട്. സൈക്കോ! I am extremely psycho. എന്റെ പൊന്ന് സൈക്കോ അമ്മച്ചി, എന്നെ ഒന്നും ചെയ്യരുത്. എനിക്ക് പൈൽസിന്റെ അസുഖമുള്ള. പൈൽസിന്റെ അസുഖമുണ്ടോ? ഇപ്പൊ ശരിയാക്കി തരാം. എനിക്കൊരു കുരുവില്ല. ഒന്നുമില്ല. ശ്വാസം പറഞ്ഞു പോയല്ലേ? ഓക്കെ. മരിച്ചാ ഇല്ലേ? ഏട്ടാ എന്താ ഇങ്ങനെ പേടിച്ചിരിക്കുന്നേ? നമ്മുടെ ഫസ്റ്റ് നൈറ്റാ. ഇങ്ങ് വാ, ഇവിടെ ഇരിക്ക്. വാ വാ വാടാ.
ഏട്ടാ ഏട്ടൻ ഇതിനു മുമ്പ് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? സീരിയസ് ആണോ? ആന്ന്. അങ്ങനെയാണ്. ഞാൻ 7 വർഷം ഒരുത്തെ പ്രേമിച്ചിട്ടുണ്ട്. പക്ഷെ അവളെന്നെ തേച്ചിട്ട് പോയിടി. എന്തിന്? എടി അവക്ക് ഞാൻ എന്റെ കഴുത്തി കിടന്ന സ്വർണ്ണമാല, വള, വാച്ച്, എന്റെ അരഞ്ഞാണം, ഫോണ് പോക്കിന് എന്റെ ഫോണിന്റെ മെമ്മറി കാർഡ് വരെ ഉരുക്കോണാണ് അവൾ എന്നെ തേച്ച് വേറെ ഒത്തിലൂടെ പോയത്. അപ്പൊ അവള് നിന്നെ കാമുകനായിട്ടല്ലടാ കണ്ടത്, പിന്നെ അവളുടെ അച്ഛനായിട്ട്. അതിനാ? അല്ലേ പിന്നെ നിന്റെ കയ്യിൽ നിന്ന് ശ്രീധനം വാങ്ങിച്ചോണ്ട് വല്ലവനം കെട്ടി പോവാടാ. എടാ അത് ശരിയാണല്ലോ. അപ്പൊ ഞാൻ മണ്ടൻ. അതെന്നാ ശബ്ദം? അതെന്നാ ശബ്ദം അത്? എവിടെ നോക്കിയേ? മനുഷ്യനെ എനിക്ക് മൂട്ട് കടിച്ചിട്ട് ചൊറിഞ്ഞിട്ട് പാടില്ലോ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. വീണ്ടും കേട്ടല്ലോ. ആണോ? അത് പിന്നെ ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ആണല്ലോ. ഞാൻ ഫീമെയിൽ സൗണ്ട് ചെയ്യും. ഒന്നൂടെ കാണിച്ചേ. എങ്ങനെ? ഒന്നൂടെ കാണിച്ചേ. ആണോ? രാത്രിയിലെ മീൻകാരൻ. ഒന്നൂടെ ഒന്നൂടെ. അത് കൊള്ളാലോ ചേട്ടാ. എടാ ചെറുക്കാ. എന്തോ എന്നാ പൂപ്പ? ചുമ്മാ ഇരിയെടാ. ഏട്ടാ ഏട്ടാ എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ടേ. എന്തുവാ? നല്ലൊരു സിനിമയിൽ അഭിനയിച്ച് നല്ലൊരു സിനിമ നടിയായിട്ട് പൈസ അങ്ങോട്ട് കൊടുക്കണം. എന്തിനാണ് ഈ സിനിമ അഭിനയിച്ച കാശ് അങ്ങോട്ട് കൊടുക്കുന്നത്? സിനിമ അഭിനയിച്ച കാശ് ഇങ്ങോട്ടല്ലേ കിട്ടുന്നത്? അങ്ങനെ കിട്ടുമോ? പിന്നെ കിട്ടുകയല്ലേ. മമ്മൂട്ടി മോഹൻലാലും ഒക്കെ പ്രൊഡക്ഷൻ ഫുഡ് ഞാനാണ് അവിടെ പോയി കിടക്കുന്നത്. ശരിയാണല്ലേ? ശരിയാ. ചുമ്മാ ഒരു രസം. ഏട്ടാ എനിക്ക് വലിയൊരു നേർച്ചയുണ്ട്. എന്തുവാ? നല്ലൊരു ഭർത്താവിനെ കിട്ടുവാണെങ്കിൽ എന്റെ ഭർത്താവിനെ കൊണ്ടുപോയി 101 ശൂലം കുത്തി. 101 ശൂലമല്ലേ? കുത്തിയേക്കാം. എന്നിട്ട് കൂട്ടിയിട്ട് കത്തിക്കാന്ന്. എന്നെ കൊണ്ട് പറ്റിയല്ല. പറ്റത്തില്ലേ? പറ്റത്തില്ല. കത്തിയാട്ടോ? കത്തിയായിട്ട് പറ്റത്തില്ല. എന്റെ അമ്മയ്ക്ക് കത്തിയാ പറ്റത്തില്ല. ഓക്കെ കോംപ്രമൈസ്. കോംപ്രമൈസ് ഇതൊന്നും ആദ്യം പറഞ്ഞു നമുക്ക് ഫസ്റ്റ് അങ്ങ് അടിപൊളിയാക്കാൻ മേലെ. ചുമ്മാ ആവശ്യമില്ലാതെ ഏതാ മാസം? ഡിസംബർ അല്ലല്ലോ. അങ്ങനെ വെച്ചേ. എടാ ഫുള്ള് നക്ഷത്രമാ ചുറ്റും. അയ്യോ എന്നെ കൊല്ലാൻ നോക്കുന്നല്ലേടി നീ? നിന്റെ തന്തര നമ്പർ പറയടി. അച്ഛനെ വിളിക്കണ്ട. അച്ഛനെ വിളിക്കും. അച്ഛനെ വിളിക്കണ്ട. തന്തര നമ്പർ പറയടി. 73 36 57 15. ഹലോ ഹലോ. തന്തല്ലേ? നിങ്ങളെ മോക്ക് മുഴുത്ത വട്ട്. ഇവളെന്നെ കൊല്ലാക്കൊല ചെയ്യുന്നു. അയ്യോ നിന്നെ കൊല്ലാക്കൊലയല്ലേ ചെയ്യുന്നുള്ളൂ. എന്നെ അവള് ട്രാൻസ്ഫോമറിൽ കെട്ടിയിട്ടിട്ട് തീ വിട്ടിട്ടാ പോയേക്കുന്നത്. പിന്നെ ഇനി എന്താ പരിപാടി? നീ പരിപാടി എന്ന് വെച്ചാ എന്റെ പൊന്ന് സൈക്കോമച്ചി എന്നെ കൊല്ലല്ലേ. ഞാൻ ഇവിടെ ഇരുന്നോളാം. ഒരെണ്ണം കൂടെ. ഇനി പൊട്ടിക്കല്ലേ. അല്ല അവിടെ പോയപ്പോ ഒരെണ്ണം പൊട്ടി മനസ്സിലാക്കാം. ഇവിടെ പോയപ്പോ ഒരെണ്ണം പൊട്ടിലാക്കി മനസ്സിലാക്കാം. ബാക്കി വന്ന ഒരെണ്ണം എവിടെ ഇട്ട് പൊട്ടിച്ചു? ഒരു ബോംബ് ആരും കാണാതെ ആ അലമാരിലാണ് ഞാൻ വെച്ചത്. പൊന്നമ്പലി നീ അവനെ ഒന്നും ചെയ്യരുത് പ്ലീസ്. അമ്പിളിയാ? അമ്പിളി നിന്റെ കെട്ടുകൾ. എന്റെ പൊന്ന് തത്ത ആ പാവം പെണ്ണ് ഒന്നും ചെയ്യില്ല. കൊല്ലാൻ നോക്കല്ലേടി. എന്താണ് നീ കിടന്ന് വിൽക്കണത്? കളിയടി. പുല്ല കയറി കിടക്കുന്നില്ല. അയ്യോ എന്നെ കൊല്ലല്ലേ. എനിക്ക് നിന്റെ ഭർത്താവിനെ വേണ്ട. നിന്റെ പേരെന്തുവാടി? തത്ത. തത്ത എന്ന പേര് വരപ്പട്ടിയുടെ രൂപം. നിനക്ക് രക്ഷ വേണ്ട.
എങ്കിൽ നീ എന്നെ ഡാൻസ് കളിച്ച് തോപ്പിക്കണം. വെറുതെ വിടാവേ. വെറുതെ വിടൂ. ആഹാ ആഹാ മ്യൂസിക് തോം 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 താം തരകട ധീം തരകട തോം തരകട നം തരകട തത്ത തരകട ദിത്തി തരകട തോം തോം തരകട നം നം തരകട താ ധീ തോം നം ഛം ഛം താ ധീ തോം നം ഛം ഛം തക ധീ തോം നം തക തരകട തക 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 Kutakajam tadim tanakajam talang kutakajam tadim tanakajam talang kutakajam tadim tanakajam